ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ കൊച്ചു ചാനൽ. നമ്മളിപ്പോൾ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. ധനുഷ്കോടിയെക്കുറിച്ച് പറയാനെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു പ്രേത നഗരമെന്നാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വഴിയെ തന്നെ പറഞ്ഞു തരാം. രാമേശ്വരത്ത് നിന്നും 19 കിലോമീറ്റർ മാത്രം ദൂരമാണ് ധനുഷ്കോടിയിലേക്കുള്ളത്. ധനുഷ്കോടി എത്തുന്നതിന് ഏകദേശം 6 കിലോമീറ്റർ മുന്നേ ആയി ഇടതുവശത്തേക്കുള്ള റോഡിൽ സഞ്ചരിച്ചാൽ നമുക്ക് ശ്രീ കോദണ്ഡ രാമക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അങ്ങോട്ടേക്കുള്ള യാത്രയാണ് വളരെ മനോഹരം. ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഇരുവശവും കടലിന് നടുവിലൂടെയുള്ള റോഡിൽ കൂടി യാത്ര ചെയ്ത് വേണം എത്താൻ. 1964 ധനുഷ്കോടിയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ നാശം വിതയ്ക്കാത്ത ഒരേ ഒരു അവശേഷിപ്പാണ് ഈ ക്ഷേത്രം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ ഏകദേശം ധനുഷ്കോടി എത്താറായിരിക്കുന്നു. അങ്ങ് ദൂരെയായി കാണുന്നത് വാച്ച് ടവറാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഇടത് ഭാഗത്തായി കണ്ടത് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ തിരികെ വരുമ്പോൾ വിശദമായി പറഞ്ഞു തരാം. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെറിയ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കച്ചവടം എന്ന് പറയുന്നത് കടലിലെ മീൻ പൊരിച്ച് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുക, അങ്ങനെയുള്ള കടകളാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവനും. അതായത് അവർ ഒരു പീസ് ഫ്രൈയും അതുപോലെ തന്നെ മീൻ കറി വെച്ചത്, പിന്നെ ചോറ്, ഇത് ഇത്രയും കൂടെ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരുപാട് തരത്തിലുള്ള ഫ്രഷായിട്ടുള്ള മീനുകളെല്ലാം അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ മീൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അവർ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് നമുക്ക് തരും. വളരെ ചെറിയ റേറ്റ് മാത്രമേ അതിനവർ ഈടാക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കച്ചവടക്കാരാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഈ ധനുഷ്കോടി ലൈറ്റ് ഹൗസിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ ഈ റോഡിൻ്റെ എൻഡ് വരെ എത്തത്തുള്ളൂ. അവിടെയാണ് ധനുഷ്കോടി പോയിൻ്റ് എന്ന് പറയുന്നത്. 2 സമുദ്രങ്ങൾക്ക് ഇടയിലുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു സമുദ്രമല്ല എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇടതുവശത്തായി നമ്മൾ കാണുന്നത് ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ വലതു ഭാഗത്തായി കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ധനുഷ്കോടിയിലേക്കുള്ള ഈ യാത്ര. നമ്മൾ ശരിക്കും കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ധനുഷ്കോടിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാമേശ്വരം ക്ഷേത്ര ദർശനത്തിന് വരുന്ന എല്ലാ പേരും ഇപ്പോൾ ധനുഷ്കോടി വന്നിട്ട് മാത്രമാണ് മടങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് വലിയ ബസ്സുകളെ ഒന്നും ഇങ്ങോട്ടേക്ക് കടത്തിവിടത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു റോഡിൻ്റെ ഇരുവശത്തുമായിട്ടുമാണ് വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ വലിയ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാകുമെന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കടത്തിവിടാത്തത്. ഇവിടെ വാഹനവുമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആദ്യമേ തന്നെ വണ്ടി പാർക്ക് ചെയ്യേണ്ടതാണ്. മുന്നോട്ട് വരുംതോറും ട്രാഫിക് ബ്ലോക്ക് കൂടുതലായിരിക്കും. ടൂറിസ്റ്റ് പ്ലേസ് എന്നതിനുപരി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇപ്പോൾ ധനുഷ്കോടി. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ റോഡ് അവസാനിക്കുന്ന പോയിൻ്റായ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കറങ്ങി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇടതുഭാഗം ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ വലതുഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണെന്ന്. ആ 2 സമുദ്രങ്ങളും തമ്മിൽ ഒന്നിക്കുന്ന ഭാഗം കൂടിയാണ് ഇതായി കാണുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ധനുഷ്കോടിയിൽ നിന്നും 29 കിലോമീറ്റർ മാത്രം ദൂരമാണ് അവിടേക്കുള്ളത്. ഇവിടുത്തെ കടലിന് ഒരു വശത്തെ കടലിന് തിരമാലകൾ കൂടുതലും മറുവശത്ത് കുറച്ച് ശാന്തമായ കടലുമായിട്ടാണ് കാണപ്പെട്ടത്. അങ്ങനെ കുറച്ചധികം നേരം കടൽ കാഴ്ചകൾ ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു. നിരവധി കച്ചവടക്കാരാണ് ധനുഷ്കോടിയിൽ സന്ദർശകരെയും കാത്തിരിക്കുന്നത്.
അതിൽ കൂടുതലും കടലിൽ നിന്ന് ലഭിക്കുന്ന ശംഖ്, മുത്ത്, ചിപ്പി എന്നിവയൊക്കെ കൊണ്ട് നിർമ്മിച്ച മാലകളും അതുപോലെ തന്നെ വീടുകൾ അലങ്കരിക്കുന്ന വസ്തുക്കളുമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒന്നായിരുന്നു ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ്. തണ്ണിമത്തനും പൈനാപ്പിളും മാങ്ങയും അതുപോലെ തന്നെ സലാഡ്, വെള്ളരി ഇതൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്ത് മുളക് പൊടിയും ഉപ്പും ചേർത്ത ഒരു പൊടി കൂടി അത് മിക്സ് ചെയ്ത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ തന്നെ 2-3 പ്രാവശ്യം ഇതുപോലെ കട്ട് ഫ്രൂട്ട്സുകൾ വാങ്ങി കഴിച്ചായിരുന്നു. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുക്ക കഴിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ചില തട്ടിപ്പുകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ 3 ചോക്കോ ബാർ ഓർഡർ ചെയ്തു. എന്നാൽ ചോക്കോ ബാറിൻ്റെ കവർ ഞങ്ങൾക്ക് തരില്ല, കവർ അവന് തിരികെ വേണം. അതിലെന്തോ സംശയം തോന്നി ഞങ്ങൾ പിന്നെ വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ധനുഷ്കോടി ലൈറ്റ് ഹൗസിന് സമീപം എത്തി. ഇത്രയും നേരം കണ്ട കാഴ്ചകളും അതുപോലെ കേട്ട കഥകളുമല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രേത നഗരം അല്ലെങ്കിൽ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ആൾതാമസം ഒട്ടുമില്ലാത്ത ഒരു ധനുഷ്കോടി പട്ടണത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിലേക്ക് പോകേണ്ടവർ വന്ന് ട്രെയിൻ ഇറങ്ങിയിരുന്ന ഒരു പട്ടണമായിരുന്നു ഇത്. 1964 ഡിസംബർ മാസത്തിലുണ്ടായ ഒരു ചുഴലിക്കാറ്റ് പെട്ടാണ് ഒരു കൊച്ചു പട്ടണം മുഴുവൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അന്നുണ്ടായ ചുഴലിക്കാറ്റിൽ കൂറ്റൻ തിരമാലകൾ ധനുഷ്കോടി എന്ന പട്ടണത്തെ ഈ രീതിയിൽ ഒരു പ്രേതാലയമാക്കി മാറ്റി. കണക്കുകൾ പ്രകാരം 1800ഓളം ആളുകളാണ് മരിച്ചതെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഏകദേശം 3000ഓളം ആളുകളെ ഇവിടെ നിന്നും കാണാതായി. അവശേഷിച്ച ആളുകളും ഇനി ഇവിടെ ജീവിക്കണ്ട എന്ന് വച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി. ഒടുവിൽ വാസയോഗ്യമല്ലാത്ത സ്ഥലമാക്കി സർക്കാർ ധനുഷ്കോടിയെ പ്രഖ്യാപിച്ചു. നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിൽ സംഭവിച്ചതും ഇതിൻ്റെ മറ്റൊരു ദുരന്തമല്ലായിരുന്നു. ഒരുപാട് പേർ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നുറങ്ങുന്നു. ഒരുപാട് പേർ ഉറക്കത്തിൽ നിന്നും ഉണരുന്നില്ല. ഉണർന്നവർക്കൊക്കെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി ഒരു സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ കാണുന്നതായിരുന്നു ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷൻ. ഇതെല്ലാം ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമായി നിലകൊള്ളുകയാണ്. ഒരു തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി. ട്രെയിനിൽ ധനുഷ്കോടിയിൽ എത്തിയിട്ട് ധനുഷ്കോടിയിൽ നിന്നും കപ്പൽ മാർഗം ശ്രീലങ്കയിലേക്കും തിരിച്ച് ശ്രീലങ്കയിൽ നിന്നും കപ്പൽ മാർഗം ധനുഷ്കോടിയിലേക്കും അന്ന് സർവീസ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഭാഗത്തായിരുന്നു റെയിൽവേയുടെ വാട്ടർ ടാങ്ക് ക്രമീകരിച്ചിരുന്നത്. ഈ കാണുന്നത് പഴയ റെയിൽവേ പാളത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ഈ ഓർമ്മകളൊക്കെയും ഇനി എത്ര നാൾ ഇങ്ങനെ ഇവിടെ കാണും എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ചൊക്കെ ആളുകൾ അവിടെ താമസമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിന് തൊട്ടടുത്തായി തന്നെ ഇപ്പോൾ ചെറിയ ഒരു ക്ഷേത്രവും ഉണ്ട്. ഇത് പണ്ടുണ്ടായിരുന്നതാണോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കണ്ട ധനുഷ്കോടിയിലെ കാഴ്ചകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ.